Hi all, welcome back. EST130 Basics of Electrical Engineering third module ninth lecture series ആണ് three-phase circuit അതുപോലെ elementary three-phase alternator. Three-phase system. Now this figure shows an elementary three-phase alternator. It has three identical windings: coil A, coil B, coil C, which they are displaced by 120 degree electrical degrees from each other. Okay, and it rotates in anti-clockwise direction. That is, it rotates in anti-clockwise direction with an angular velocity of omega. Now you can see that these coils are placed in a two-pole field, that is, which has north pole and south pole. The corresponding terminals A1, then B1, then C1 are 120 degree apart. നിങ്ങൾ നോക്കി നോക്കിയേ, നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ മൂന്ന് കോയിൽസ് എ ബി സി 120 ഡിഗ്രി ആയിട്ട് ഇതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ടു പോൾ ഫീൽഡ് വൈൻഡിങ്ങിൽ ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. നേരത്തെ നമ്മൾ പഠിച്ചൊക്കെ സിംഗിൾ കോയിലായിരുന്നു, ഇവിടെ 3 കോയിലുണ്ട്, അതുകൊണ്ടാണ് 3 ഫേസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ടത് വെച്ചാൽ കോയിൽ എക്ക് A1 A2 പറഞ്ഞിട്ടുള്ളൊരിതുണ്ട്, B1 B2 ഉണ്ട്, C1 C2 ഉണ്ട്. ഈ കോയിൽ A1 നിന്ന് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആരുള്ളത്, B1 ഉള്ളത്. അഗെയിൻ B1 നിന്ന് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആരുള്ളത്, C1 ഉള്ളത്. അതേപോലെ A2 നിന്ന് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് B2 ഉള്ളത്, B2 നിന്ന് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് C2 ഉള്ളത്. Okay, since these three coils are identical, we have the same angular velocity. Therefore, the EMF induced in these three coils will be same magnitude and frequency. അപ്പോൾ നമുക്കറിയാം, ഇത് സെയിം ഇതായതുകൊണ്ട് തന്നെ സെയിം മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസിയിൽ തന്നെ നമുക്കിതൊക്കെ ചെയ്യും. However, these three EMF will be displaced from one another by how much degree? 120 degree. Okay, so the EMF in the coil will be so we can say that നമ്മളുടെ EMF കോയിൽ ബിയിലുള്ള EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും വരിക. അതേപോലെ അപ്പോൾ ഇവിടെ നോക്കി നോക്കിയേ, ദിസ് ഈസ് എ കോയിൽ എയുടെ ഇതാണ്. ഇത് ഞാൻ 3 കളറിൽ വരച്ചത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. കോയിൽ എയുടെയാണ് ഇതുള്ളത്. അപ്പോൾ 120 ഇത് 90 ആണ്, 120 ഏകദേശം ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഫേസ് ബി സ്റ്റാർട്ട് ചെയ്യുക. എഗെയിൻ അവിടുന്ന് ബി കഴിഞ്ഞിട്ട് 120 ഡിഗ്രി, B1ൻ്റെ അവിടുന്ന് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് C1 ഒരു സ്റ്റാർട്ടിങ് കോയിൽ കൊടുത്തെന്നുള്ളൂ. അതായത് ബി കോയിൽ കഴിഞ്ഞിട്ടാണ് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് സി കോയിലിൽ. അപ്പോൾ എഗെയിൻ സി കോയിൽ കഴിഞ്ഞിട്ട് 120 ഡിഗ്രി കഴിഞ്ഞാണ് ബി ഉള്ളത്, 120 ഡിഗ്രി ആയിട്ട് പിന്നെ ഇത് വരും. അപ്പോൾ ഇവിടുന്ന് ശരിക്കും നോക്കുമ്പോൾ എത്രയാണ്, 240 ഡിഗ്രി എന്തുണ്ട്, ലാഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ എഴുതാൻ പറ്റും? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് A1 A2 എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം, EM സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. B1 B2 എന്നുള്ളതിന് എന്ത് എഴുതാം, EM സൈൻ ഒമേഗ ടി. ഈ ബിയുടെ കോയിൽ എങ്ങനെ വരിക, -120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. C1 C2 എന്നുള്ളതിന് എങ്ങനെ എഴുതാം, EM സൈൻ ഒമേഗ ടി -240 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ പോസ് ചെയ്യുക, നോട്ട് വേണ്ടവർ എഴുതിയെടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് എഴുതി വെച്ചത്. The figure shows an elementary three-phase alternator. It has three identical windings. ഏതൊക്കെ, കോയിൽ എ ബി സി. They are displaced, എങ്ങനെയാണ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള 120 ഡിഗ്രി ഇലക്ട്രിക്കൽ പാർട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, റൊട്ടേറ്റിംഗ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് എവിടെയാണ് വെച്ചിട്ടുള്ള ഒരു ടു പോൾ ഫീൽഡ് വാല്യൂ വിത്ത് ആൻ ആംഗിൾ വെലോസിറ്റി. ദ കറസ്പോണ്ടിങ് ടെർമിനൽസ് എ ബി സി ആർ 120 ഡിഗ്രി അപ്പാർട്ട്. അപ്പോൾ ഒരു കോയിലിൻ്റെ ആ കോയിൽ 120 ഡിഗ്രി അപ്പാർട്ടാണെന്ന് നമ്മൾ പറയും. അതേപോലെ സ്റ്റാർട്ടിങ് കോയിൽ A1 കറസ്പോണ്ടിങ് ടെർമിനൽസ് ഇവിടെ നമുക്ക് A1 B1 C1 എന്ന് എഴുതിയേക്കട്ടെ. 1 സെക്കൻഡ്. A1 B1 ആൻഡ് C1 are 120 ഡിഗ്രി അപ്പാർട്ട്. ലൈക്വൈസ് ദ ടെർമിനൽസ് A2 B2 C2 are 1. അതായത് ഇത് സ്റ്റാർട്ടിങ് കോയിലും ഇത് ഫിനിഷിംഗ് കോയിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സിൻസ് 3 കോയിൽസ് ആർ ഐഡൻറ്റിക്കൽ വി ഹാവ് ദ സെയിം ആംഗുലർ വെലോസിറ്റി. ഞാൻ പറഞ്ഞു 3 കോയിൽസ് ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് നമുക്ക് സെയിം ആംഗുലർ വെലോസിറ്റി ആയിരിക്കും. അതേപോലെ
അവർ സെയിം മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസി ഇൻഡ്യൂസ് ചെയ്യും. ഇനി ഈ 3 EMF ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത് 120 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾക്ക് കോയിൽ ബിയിൽ എന്തായിരിക്കും, എ കഴിഞ്ഞിട്ട് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരിക. അത് കഴിഞ്ഞിട്ട് കോയിൽ സിയിലാവുമ്പോൾ എന്ത് ചെയ്യും, 240 ഡിഗ്രി എനെ കമ്പയർ ചെയ്യുമ്പോൾ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. E1A1A2 EM sin omega t, EB1B2 EM sin omega t minus 120, EC1C2 EM sin omega t minus 240 degree. Now, reasons for the use of three-phase system. A three-phase system is an arrangement of three windings that is producing three single-phase voltages of the same magnitude and frequency but displaced 120 degree from one another. Three-phase system എന്ന് പറഞ്ഞാൽ എന്താണ്, 3 വൈൻഡിങ്സ്, 3 സിംഗിൾ ഫേസ് വോൾട്ടേജ് സെയിം മാഗ്നിറ്റ്യൂഡ് ഫ്രീക്വൻസിയിൽ, പക്ഷെ എന്താണ് 120 ഡിഗ്രി എപ്പാർട്ടിൽ എന്ത് ചെയ്യും, ഓരോന്നും തമ്മിൽ ഉണ്ടാവും അല്ലേ. The three windings are connected so that the three voltages act simultaneously in the circuit. അപ്പോൾ ഈ 3 വൈൻഡിങ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക വെച്ചാൽ, അത് സൈമൾട്ടേനിയസ് ആയിട്ട് 3 വോൾട്ടേജും സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്ന പോലെ ആയിരിക്കും. അത് എങ്ങനെയാണ്, ഈച്ച് സപ്ലൈയിങ് പവർ അറ്റ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് ഓഫ് ടൈം ടു എ കോമൺ ലോഡ്. അപ്പോൾ ഒരു കോമൺ ലോഡിന് ഈ 3 പവറും, ഓരോ പവറും എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ കൊടുക്കുമ്പോൾ സെയിം പവർ കിട്ടുന്ന പോലെ ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫോളോവിങ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ത്രീ ഫേസ് സിസ്റ്റം ഓവർ സിംഗിൾ ഫേസ് സിസ്റ്റം. ഫസ്റ്റ് വൺ, കോൺസ്റ്റൻറ്റ് പവർ. ഇൻ എ സിംഗിൾ ഫേസ് പവർ സർക്യൂട്ട് ദ ഇൻസ്റ്റൻറ്റേനിയസ് പവർ വേരീസ് സൈമിൾട്ടേനിയസ് ഫ്രം 0 to എ പീക്ക് വാല്യൂ അറ്റ് ട്വൈസ് ദ സപ്ലൈ ഫ്രീക്വൻസി. അപ്പോൾ ഒരു സിംഗിൾ ഫേസ് സർക്യൂട്ടാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ജസ്റ്റ് എന്താണ് ഒറ്റതിലിങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ. നേരെ വെച്ച് ത്രീ ഫേസ് സിസ്റ്റം ആണെങ്കിലോ നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ ഒന്ന് പോകുന്നുണ്ടാവും, ഇങ്ങനെ ഒന്ന് പോകുന്നുണ്ടാവും, ഇങ്ങനെ ഒന്ന്. അപ്പോൾ ത്രൂ ഔട്ട് ഇവിടെ എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് പവർ ത്രീ ഫേസിൽ കിട്ടും, ഇവിടെയാണെങ്കിൽ കിട്ടില്ല. ഓക്കെ, ദിസ് പൾസേറ്റിംഗ് നേച്ചർ ഓഫ് പവർ ഈസ് ഒബ്ജക്ഷണബിൾ ഫോർ മെനി ആപ്ലിക്കേഷൻ. However, in a balanced three-phase system, the power supplied at all instants of time is constant. അപ്പോൾ ഞാൻ വരച്ചില്ല, അതേപോലെ വരും. സോ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ത്രീ ഫേസ് അപ്പാരറ്റസ് ഇൻ ജനറൽ ആർ സുപ്പീരിയർ ടു ദോസ് ഓഫ് സിമിലർ സിംഗിൾ ഫേസ് അപ്പാരറ്റസ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് പവർ കിട്ടും. നെക്സ്റ്റ്, ഗ്രേറ്റർ ഔട്ട്പുട്ട്. The output of a three-phase machine is greater than that of a single-phase machine for a given volume and weight of the machine. ഒരു ത്രീ ഫേസ് മെഷീൻ അത് പറഞ്ഞാൽ അതേപോലത്തെ ഒരു സിംഗിൾ ഫേസ് മെഷീൻ, ത്രീ ഫേസ് മെഷീനിന് പകരം 3 സിംഗിൾ ഫേസ് മെഷീനിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, കൂടുതലായിരിക്കും. അതുമാത്രമല്ല അതിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും, വോളിയം കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ചെറിയ മെഷീനായിട്ട് ത്രീ ഫേസ് സിംഗിൾ ഫേസ് മെഷീൻ 3 ചെറിയ മെഷീന് പകരം നമുക്ക് ഏകദേശം അതിനെക്കാട്ടും കുറച്ചൊരു വലിപ്പം കൂടുതൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ത്രീ ഫേസ് മെഷീൻ വെക്കാം. പക്ഷേ നിങ്ങൾ ആ 3 സിംഗിൾ ഫേസ് നോക്കി നോക്കിയാൽ ഒരുപാട് കൂടുതലായിരിക്കും. നെക്സ്റ്റ്, ചീപ്പർ. The three-phase motors are much smaller and less expensive than single-phase motors because less material, that is copper iron insulation, is required. Moreover, three-phase motors are self-starting, that is they do not require any special provision to get them started. However, single-phase motors require internal starting device. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ത്രീ ഫേസ് മോട്ടറിൻ്റെ വോളിയം അടക്കം ഞാൻ പറഞ്ഞു. ഒരു നേരത്തെ പറയുന്നത് സെയിം വോളിയത്തിനും സെയിം വെയിറ്റ് ഓഫ് ദ മെഷീന് ഔട്ട്പുട്ട് ഓഫ് ത്രീ ഫേസ് മെഷീൻ കൂടുതലായിരിക്കും, മാത്രമല്ല ചീപ്പറായിരിക്കും. അതിനെന്താ കാരണം, ത്രീ ഫേസ് മോട്ടോഴ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ അത് ഞാൻ പെട്ടെന്ന് ഈ ചീപ്പറിൻ്റെ ഇതും കൂടി അതിൽ കയറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ സെക്കൻഡ് പോയിന്റ് ശരിക്കും നോക്കുക. ഔട്ട്പുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ഫേസ് മെഷീന് സെയിം വോളിയം സെയിം ഇതായിട്ടുള്ള ഇതിന് ഔട്ട്പുട്ട് എന്തായിരിക്കും, കൂടുതലാവുന്നതാണ്. ചീപ്പറാവുമെന്ന് പറയാൻ കാരണം എന്താണ്, എന്താണ് പറയുക, ത്രീ ഫേസ് മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സിംഗിൾ ഫേസ് മോട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ 3 ഫേസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് സ്മോളറാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. കാരണം എന്താണ്, കോപ്പർ അയൺ ഇൻസുലേഷനൊക്കെ കുറവ് മതി. മാത്രമല്ല ത്രീ ഫേസ് മോട്ടോഴ്സ് എന്താണ്, സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ സിംഗിൾ ഫേസ് മോട്ടർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, അതിനുള്ള പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണം. ഫോർത്ത് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ട്രാൻസ്മിഷൻ എക്കണോമിക്സ് ആണ്. ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക് പവർ ഓഫ് എ ത്രീ ഫേസ് സിസ്റ്റം ഈസ് ചീപ്പർ ദാൻ ദാറ്റ് ഓഫ് എ സിംഗിൾ ഫേസ് സിസ്റ്റം ഈവൻ ദോ 3 കണ്ടക്ടേഴ്സ് ആർ റിക്വയർഡ് ഇൻസ്റ്റെഡ് ഓഫ് 2. നിങ്ങൾ നോക്കുക, നമുക്കൊരു സ്റ്റാർ കണക്ഷൻ, ഡെൽറ്റ കണക്ഷൻ, പല കണക്ഷനും ഇതാക്കാം. അപ്പോൾ ഒരു ത്രീ ഫേസ് പവർ ട്രാൻസ്മിഷൻ നമുക്ക് എന്താണ്, 3 വയറിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. സിംഗിൾ ഫേസ് പവർ ട്രാൻസ്മിഷൻ ആണെങ്കിൽ 2 വയർ മിനിമം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ത്രീ ഫേസ് ആകുമ്പോൾ അത് 6 വയർ വരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഇതിൽ 3 വയർ എന്നുള്ളത് നമ്മൾ ഡെൽറ്റ പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതിൽ വെച്ച് നോക്കുമ്പോൾ കണ്ടക്ടേഴ്സ് എന്താണ്, ലാഭമാണ്.
മാത്രമല്ല നമ്മൾക്ക് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള പോസ്റ്റുകളും അതുപോലെ സപ്പോർട്ട്സൊക്കെ കുറവ് മതി. അതാണ് അത് ചീപ്പറാണ്. നൗ ഫോർ എക്സാമ്പിൾ ടു ട്രാൻസ്മിറ്റ് സെയിം വൺ സെക്കൻഡ് For example, to transmit the same amount of power over a fixed distance at a given voltage, three-phase system requires only 3/4 the weight of copper than that required to single-phase system. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അതുകൊണ്ടാണ് പറഞ്ഞത് ആ 3 വയർ അങ്ങനെ വന്നുണ്ട്. ദിസ് മീൻസ് എ സേവിങ് ഇൻ ദ നമ്പർ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ടവേഴ്സ്. നെക്സ്റ്റ് ത്രീ-ഫേസ് റെക്ടിഫയർ സർവീസ്. ദ റെക്ടിഫൈഡ് ത്രീ-ഫേസ് വോൾട്ടേജ് ഈസ് സ്മൂത്തർ ദാൻ ദാറ്റ് ഓഫ് എ റെക്ടിഫൈഡ് സിംഗിൾ വോൾട്ടേജ്. അതെന്താ കാരണം? നമ്മളുടെ ഇതാണ് ഒരു സിംഗിൾ ഫേസ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരിക, ഇവിടെ വന്നു പിന്നെ ഒരു പോർഷൻ ഇല്ലാതെ ഇരിക്കും. അപ്പോൾ അതിനനുസരിച്ചൊരു ബുദ്ധിമുട്ട് വരും അല്ലേ. നേരെ മറിച്ച് ത്രീ ഫേസ് ആകുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെ പോകുന്നുണ്ട്, അടുത്തിങ്ങനെ വരുന്നുണ്ട്, അടുത്തിങ്ങനെ. അപ്പോൾ ഈ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് എന്തായിരിക്കും, മോർ സ്മൂത്തറായിരിക്കും. നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സലേനിയസ് അഡ്വാൻറ്റേജസ്. അതർ അഡ്വാൻറ്റേജസ് ഓഫ് എ ത്രീ ഫേസ് സിസ്റ്റം ഓവർ ദ സിംഗിൾ ഫേസ് സിസ്റ്റം ആർ എ ത്രീ ഫേസ് സിസ്റ്റം ക്യാൻ സെറ്റപ്പ് എ റൊട്ടേറ്റിംഗ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ത്രീ ഫേസ് സിസ്റ്റത്തിന് സ്റ്റേഷനറി വൈൻഡിങ്സിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സിംഗിൾ ഫേസ് എന്താണ് പറയുക, സിംഗിൾ ഫേസ് സിസ്റ്റം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. ദ ത്രീ ഫേസ് മോട്ടോഴ്സ് ആർ മോർ എഫിഷ്യൻറ്റ് ആൻഡ് ഹാവ് എ ഹയർ പെർഫോമൻസ് ദാൻ സിംഗിൾ ഫേസ് മോട്ടോഴ്സ്. അതുപോലെ ത്രീ ഫേസ് മോട്ടോഴ്സ് എന്താണ്, മോർ എഫിഷ്യൻ്റ് ആണ്, ഹയർ പവർ ഫാക്ടറാണ് ഇതിനെക്കാട്ടിയും സിംഗിൾ ഫേസ് മോട്ടറിനെക്കാട്ടിയും ഹയർ പവർ ഫാക്ടർ. സെയിം കപ്പാസിറ്റിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നൗ നെക്സ്റ്റ് എലമെൻ്ററി ത്രീ ഫേസ് ആൾട്ടർനേറ്റർ. ഇൻ an actual three-phase alternator, you can see this is an actual three-phase alternator with omega anti-clockwise direction rotation. The three windings or coils are stationary, that is coil A, B, C are stationary. Okay, this figure shows the elementary three-phase alternator. The three identical coils A, B and C are symmetrically placed in such a way that the EMF induced in them displays 120 degree apart. Okay, since the coils are identical and are subjected to the same uniform rotating field, the EMF induced in each coil should be uniform. That is, it has same magnitude and frequency, same magnitude and frequency. വരച്ചേരി ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസിയാണ്. സോ this figure shows the waveform diagram. Here we can write it as EA is equal to, one second, EA is equal to EM sin omega t. Similarly, EB is equal to EM sin omega t minus 120 degree. Then EC will be, what will be EC? What will be EC? EC will be EM sin omega t minus 240 degree. ഈ 240 ഡിഗ്രി ഇങ്ങനെ പറയുന്നതിന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി EM sin omega t പ്ലസ് 1. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ എഴുതിച്ചിട്ട് ഒന്ന് പോസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് അതിൻ്റെ വെക്റ്റർ ഡയഗ്രാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അതായത് EA കഴിഞ്ഞിട്ട് 120 ഡിഗ്രി കഴിഞ്ഞ് EB കഴിഞ്ഞിട്ട് 120 ഡിഗ്രി കഴിഞ്ഞ് EC. അപ്പോൾ അതിൻ്റെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു വയ്ക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻസ് എഴുതി EA is equal to EM sin omega t, EB is equal to EM sin omega t minus 120, EC is equal to EM sin omega t minus 240, or it is EM sin omega t plus 120 clockwise ഡയറക്ഷനിൽ കൺസിഡർ ചെയ്യുമ്പോൾ. ഇനി വി ക്യാൻ പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദ ത്രീ EMF ഓഫ് എവറി ഇൻസ്റ്റൻറ്റ് ഈസ് 0 എന്ന് പറയാം. അതായത് റിസൾട്ടൻ്റ് E is equal to EA plus EB plus EC എഴുതാം. നമുക്കറിയാം EA എന്ന് പറഞ്ഞാൽ എന്താണ്, EM sin omega t ആണ്. EB പറഞ്ഞാൽ എന്താണ്, EM sin omega t minus 120. അതായത് ഇവിടെ EM കോമൺ ആക്കി എടുത്തിട്ടാ. EC ആണ് എന്താണ്, EM sin omega t plus 120 അല്ലെങ്കിൽ EM sin omega t minus 240. അപ്പോൾ EM into sin omega t 240. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റിസൾട്ടൻറ്റ് 0. അപ്പോൾ അറ്റ് എവറി ഇൻസ്റ്റൻറ്റ് നമുക്ക് എന്തായിരിക്കും 0 ആണ് പറയാം. ഇനി വേറെ മെത്തേഡ് നമുക്ക് നോക്കാം. റെഫറിങ് ടു ദ വേവ് ഡയഗ്രാം, അതായത് ഈ വേവ് ഡയഗ്രാം നമ്മൾ റെഫർ ചെയ്യുക. ഈ വേവ് ഡയഗ്രാം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ PL എന്ന് പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവ്, PHും PN എന്താണ് മൈനസ് ആണ്. അത് റിസൾട്ടൻ്റ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും പോലും നമുക്ക് എന്താ കിട്ടുക, 0 ആണ് കിട്ടുക. അതാണ് ദ സം ഓഫ് ദ ത്രീ EMF അറ്റ് ഈ ഇൻസ്റ്റൻറ്റ് 0. അതൊരു ഇൻസ്റ്റൻറ്റ് നമ്മൾ എടുത്താണ്. ഈ ജെന്യുവൻ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ മെഷർമെൻറ്റ് എടുക്കുമ്പോഴുള്ള കാര്യമാണ്. For example, at the instant P, coordinates PL is positive while the ordinates PN and PH is negative. If
മേക്ക് ആക്ച്വൽ മെഷർമെൻറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 0. ഇനി അടുത്ത എന്താ, ആ റിസൾട്ടൻറ്റ് നമ്മൾ നേരത്തെ വരച്ചിട്ട് ഇവിടുത്തെ എന്ത് ചെയ്തു, ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുത്തു, EAയുടെ EBയുടെയും റിസൾട്ട് എടുത്തപ്പോൾ ER കിട്ടി. അപ്പോൾ ശരിക്കും എന്താണ്, ER ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് EC ആണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ഓക്കെ.